മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് IDBI ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം IDBI കഴിഞ്ഞ ദിവസം നന്നായിട്ടൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. 4 രൂപ 63 പൈസ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 4.87% ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ ഉണർത്താനുള്ളത്, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നിങ്ങളുടെ ആ ഒരു ബോധത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ തൽക്കാലം കയറുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുന്നത്. വാച്ച് ലിസ്റ്റിൽ ഇടുക, ബോധ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2024 ഡിസംബർ മാസം ഇന്ന് നമുക്ക് 13-ാം തീയതിയാണ്. 12-ാം തീയതി നമ്മൾ ക്ലോസിംഗ് പ്രൈസാണ് നമ്മളിവിടെ പറയുന്നത്. 99 രൂപ 78 പൈസയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വൺ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ലോ വന്നിട്ടുള്ളത് 96 രൂപ 71 പൈസയും ഹൈ പോയിട്ടുള്ളത് 100 രൂപ 20 പൈസയും. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു 3 രൂപയുടെ ഒരു വേരിയേഷൻ നന്നായിട്ട് ക്ലിയർ കട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇൻട്രാഡേ ചെയ്ത് ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും. 65 രൂപ 89 പൈസയാണ് 52 വീക്ക് ലോ പോയിട്ടുള്ളത്. 106 രൂപ 97 പൈസ വരെ 52 വീക്ക് ഹൈയും പോയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഈ ഒരൊറ്റ സ്കെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിതെല്ലാം കണ്ട് ചാടിപ്പിടിച്ച് നമ്മളുള്ള പൈസയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും മേലോട്ടുള്ള യാത്ര ഈ സ്റ്റോക്ക് തുടങ്ങുക. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എടുത്ത് ചാടരുത്, കുറേയും കൂടി പഠിക്കുക. അടുത്ത് നമുക്ക് നോക്കാം ഫണ്ടമെൻ്റൽ സൈഡാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,07,255 ക്രോറാണ്. PE റേഷ്യോ TDM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 11.52, PB റേഷ്യോ 1.86, ഇൻഡസ്ട്രി PE റേഷ്യോ 14.22, ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് ആപ്ലിക്കബിൾ ആണ് ഓർ നോട്ട് അവൈലബിൾ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE 16.12%, EPS TTM ബേസ് ചെയ്തിട്ട് 8.66, ഡിവിഡൻഡ് ഈൽഡ് 2.11%, ബുക്ക് വാല്യൂ വരുന്നത് 53.58, ഫേസ് വാല്യൂ 10 രൂപയുമാണുള്ളത്. ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഒന്ന് നോക്കിയാൽ ഫണ്ടമെൻ്റൽ സൈഡ് പറയാനുള്ളത്. ഇനി ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ IDBI ബാങ്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് ആ റവന്യൂയുടെ കാര്യമാണ്. കമ്പനിയുടെ റവന്യൂ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2024 8,813 കോടി രൂപയാണ് കമ്പനിക്ക് റവന്യൂ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 2024 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അതൊന്ന് തൽക്കാലം താഴത്തേക്ക് പോയത് കാണുന്നുണ്ട്. 8,629 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. നാമമാത്രമായിട്ടുള്ളൊരു ചുരുക്കമാണ് നമ്മുടെ കാണുന്നത്. പക്ഷേ 2025 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 9,090 കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. നല്ലൊരു ജമ്പിങ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. 2025 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 8,499 കോടി രൂപയും 2025 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 9,264 കോടി രൂപയുമാണ്. ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ലെഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2025 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോഴാണ് 9,264 കോടി രൂപ. ഇത് റവന്യൂയുടെ കാര്യം നമുക്ക് ക്വാർട്ടർലി ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം. കൂടുതൽ നല്ല ഹോപ്പ് തരുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2021 to 2025 വരെ 2021 വർഷത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 24,744 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2022 ക്ലോസ് ചെയ്യുമ്പം 23,235 കോടി രൂപ, അഥവാ 1000 കോടിയുടെ അടുത്ത് മൈനസായിട്ട് പോയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ 2023 വർഷം ക്ലോസ് ചെയ്യുമ്പം 25,167 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. 2024 വർഷം ക്ലോസ് ചെയ്യുമ്പോൾ 30,370. നല്ല ഒരു ഹൈ ജമ്പ് കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ 2024 നടന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. 2025 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 34,059 കോടി രൂപയാണ്. ഇതും നേരത്തെ ത്രൈമാസ കണക്കനുസരിച്ച് പറഞ്ഞതുപോലെ ഇയർലി ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ ലെഗ് ഉള്ളത് ഈ 2025 ആണ്. 34,059 കോടി രൂപ സസ്റ്റെയിൻ ചെയ്ത് സ്റ്റേബിളായിട്ട് കയറി വരുന്ന ഒരു ലെഗ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇടയ്ക്കൊന്ന് താഴെ പോയിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു പരിക്ക് പറ്റാതെ കയറിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രോഫിറ്റിൻ്റെ കാര്യം നമുക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം.
IDBI ബാങ്കിൻ്റെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 1849 കോടി രൂപയും, ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2024 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 1929 കോടി രൂപയും, മാർച്ച് 2025 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2072 കോടി രൂപയും, ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2025 ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 2024 കോടി രൂപയിലും, അതേപോലെ ഏറ്റവും ടോപ്പ് ലെവലിലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സെപ്റ്റംബർ 2025 ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ്. അത് 3241 കോടി രൂപയാണ്. പ്രോഫിറ്റിൻ്റെ കാര്യം നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 2021, 22, 23, 24, 25 വർഷം അഥവാ 5 വർഷത്തെ കണക്കാണ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി കയറിപ്പോയിട്ടുള്ളത്. 2021 നാമമാത്രമായിട്ടുള്ള 1532 കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ 2022 എത്തുമ്പോൾ 2557 കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. 2023 എത്തുമ്പോൾ 3728 കോടി രൂപ. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ജമ്പിങ് 2023 പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. 2024 5814 കോടി രൂപയിലേക്കും 2025 7656 കോടി രൂപയിലേക്കും എത്തിയിട്ടുണ്ട്. നല്ലൊരു ശതമാനം ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നെറ്റ് വർത്ത് നമ്മൾ ഇയർലി ബേസ് ചെയ്തിട്ട് 2021 മുതൽ 2025 വരെ 5 വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത്. 2021 37,741 കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത്. 2022 എത്തുമ്പോൾ 42,700 കോടി രൂപയിലേക്ക് കമ്പനിയുടെ നെറ്റ് വർത്ത് വളർത്തിക്കൊണ്ടുവരാൻ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. 2023 എത്തുമ്പോൾ 46,458 കോടി രൂപയും, 2024 എത്തുമ്പോൾ 51,226 കോടി രൂപയും, 2025 എത്തുമ്പോൾ 61,785 കോടി രൂപയും എന്ന് പറയുമ്പോൾ റവന്യൂ അതേപോലെ തന്നെ പ്രോഫിറ്റ് നെറ്റ് വർത്തൊക്കെ നോക്കുമ്പം ഏറ്റവും ടോപ്പ് ലെവലിൽ കാണുന്നത് 2025 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ സസ്റ്റെയിൻ ചെയ്ത് മെല്ലെ കയറി പോകുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. ആ ഒരു ഫോർമേഷൻ കറക്റ്റായിട്ട് നമ്മളൊന്നുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സുഖകരമായിട്ടുള്ള ഒരു മാനേജിങ് സിസ്റ്റം കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അക്യുമുലേറ്റ് ചെയ്യുന്നതോ ബൈ ചെയ്യുന്ന സെല് ചെയ്യുന്നതൊക്കെ നിങ്ങൾ സ്വന്തമായി തീരുമാനിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ലൊരു സാമ്പത്തിക വിദഗ്ധനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അത്യാവശ്യമായി നോക്കുന്നതാണ്. കമ്പനിയുടെ ഷെയർ ആരൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് 94.71. ഒറ്റയടിക്ക് നമുക്ക് ഒറ്റവാക്ക് പറയണമെങ്കിൽ 95% കമ്പനി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ കയ്യിൽ തന്നെയുള്ളത്. റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ കേവലം 4.70. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ഹോൾഡിംഗ് പെർസെൻറ്റേജാണ് 0.47%. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 0.07%. അതേപോലെ മ്യൂച്വൽ ഫണ്ടുകാരുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് 0.05%. ലിക്വിഡിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ലിക്വിഡിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ട്. 94.71 ഈ കമ്പനിയുടെ ഓണറുടെ തന്നെയുള്ളത്. അതുകൊണ്ട് എങ്ങനെ ട്രേഡ് നടക്കുന്നു എന്നുള്ളതൊന്ന് വ്യക്തമായിട്ട് നോക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പെർഫോമൻസിൽ നല്ല അത്യാവശ്യം ട്രേഡ് നടന്നിട്ടുണ്ട്. വോള്യൂം ട്രേഡ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 100 രൂപ 96 രൂപ എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ശരി, നമ്മളുടെ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. പക്ഷേ പുതിയതായിട്ട് വന്ന ആളുകൾ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ പെട്ടെന്ന് വലിയൊരു ക്വാണ്ടിറ്റി ഒന്നും എടുക്കരുത്. ആദ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ എഴുതി പഠിച്ചതോ കണ്ടുപഠിച്ചതോ അല്ല, റിയൽ ജീവിതത്തിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പം ഒരുപാട് അനുഭവിച്ച് മനസ്സിലാക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ പറയുകയാണ്, എക്സ്പീരിയൻസ് നല്ല രീതിക്ക് ആകുന്നത് വരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് ട്രേഡ് ചെയ്യുക. ശേഷം മാത്രം കോൺഫിഡൻറ്റ് ഉണ്ടായതിനു ശേഷം മാത്രം കൈകാര്യം ചെയ്യുക. ഈ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആലിസ് ബ്ലൂ ഓപ്പൺ ഫ്രീ ആണ്. ചെറിയൊരു എമൗണ്ടാണ് അത് ബ്രോക്കിംഗ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഉപയോഗപ്പെടുത്തുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.